തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനുമെതിരെയും വലിയ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അദ്ദേഹം പക്ഷേ ഇതിനൊരു പരാതി പോലും നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടല്ലോ. തങ്ങളുടെ വോട്ട് ചോരുകയാണോ എന്നൊരു സംശയമില്ല. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും? അത് ഈ ആധാർ എന്ന് പറയുന്ന ഒരു സംവിധാനവും ഇലക്ട്രൽ കാർഡ് എന്ന് പറയുന്ന സംവിധാനവും എല്ലാം കോൺഗ്രസ്, പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഇത് മൂന്നും ആണ് ഇപ്പോഴുള്ള കോൺട്രവേഴ്സി. ഇത് മൂന്നും കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാർ എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യം. പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരായിരുന്നു. അന്ന് അവരെതിരായിരുന്നു. ഇപ്പോൾ അവർ അധികാരം മാറി, പലപ്പോഴും മാറി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയിട്ടുള്ള പരാതികൾ അത് വളരെ അസ്ഥാനത്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ 9ഓളം സംസ്ഥാനങ്ങളിൽ ഒരിക്കലും BJP ഇതര സർക്കാരുകൾ ഭൂരിപക്ഷത്തോട് ഭരിക്കത്തില്ല. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലായാലും ബംഗാളിലായാലും കർണാടകയിലായാലും പിന്നെ കേരളത്തിലായാലും അങ്ങനെ കുറേ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. അവിടെ അവർ BJP എല്ലാ കാലത്തും അധികാരത്തിൽ വരാൻ BJP ചിന്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. മാത്രമല്ല ഇവിടെ നമ്മുടെ കർണാടകയിൽ BJP ആയിട്ട് ഭയങ്കര ടഫ് ഫൈറ്റ് ആയിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ ഭരണഘടനയും ഇന്നലെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. നമ്മൾ അയൽവക്കത്തൊക്കെ നടക്കുന്നത് കണ്ടോ, അതിലോട്ട് നമ്മൾ പോകരുത്. അതായത് പബ്ലിക് അൺട്രസ്റ്റ് ഉണ്ടാക്കി ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ് CIA പോലുള്ള ഏജൻസികളുടെ എക്കാലത്തെയും ജോലി. ഇപ്പോൾ അത് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു തലത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ശ്രീലങ്കയിലായാലും മാലദ്വീപ്സിലായാലും ബംഗ്ലാദേശിലായാലും നേപ്പാളിലായാലും നമ്മളെ ചുറ്റുപാടുമൊക്കെ അൺട്രസ്റ്റാണ്. ഇപ്പോൾ ബർമയിൽ തന്നെ ആണെങ്കിലും പോപ്പുലർ നേതാവായ ആങ്ഷു അവരെ അകത്താക്കിയിട്ട് അവിടുത്തെ ഒരു മിലിറ്ററിയാണ് കഴിഞ്ഞ 10-40 വർഷത്തോളം അവിടെ ഭരിക്കുന്നത്. ഒരു ജനാധിപത്യം അവിടെ ഇല്ല. പാകിസ്ഥാനിലൊരു ഒരു ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജനാധിപത്യം നമ്മൾ അയൽവക്കത്ത് അഫ്ഗാനിസ്ഥാനിലായാലും ഇല്ല, പാകിസ്ഥാനിലായാലും ഇല്ല, ബംഗ്ലാദേശിലായാലും ഇല്ല, നേപ്പാളിലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പം ബർമയിലും ഇല്ല, ഒരിടവും ഇല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ജനാധിപത്യത്തിൻ്റെ കരുത്ത് നമ്മുടെ ഭരണഘടനയുടെ മാത്രം കരുത്തല്ല, നമ്മളുടെ പാരമ്പര്യത്തിൻ്റെയും കൂടെ കരുത്താണ്. എപ്പോഴും ജനാധിപത്യ മൂല്യങ്ങളെ ശ്രീരാമൻ്റെ കാലത്തായാലും രാജാവ് ജനങ്ങൾക്ക് വിമർശിക്കപ്പെടാൻ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞ ആളാണ് രാമനെ മര്യാദ പുരുഷോത്തമനാക്കിയത്. അപ്പോൾ നമ്മുടെ പൊതു ജീവിതം ഓഡിറ്റബിളാണ്. അത് എവിടെയാണോ രഹസ്യാത്മകത വരുന്നത് അവിടെയാണ് പട്ടാള ഭരണവും അട്ടിമറിയും ജനകീയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വോട്ടിംഗ് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. ലോകത്തെ തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ഇന്ത്യയിലാണുള്ളത്. എന്നാൽ വളരെ എഫക്റ്റീവാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനേക്കാളും ഒക്കെ വളരെ സിമ്പിളായിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ കഴിയുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ പുറത്ത് നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ ചില വഴിവിട്ട നിയമനങ്ങളൊക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുണ്ട്. അതിനകത്ത് വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ചില വിമർശിക്കപ്പെടേണ്ട ചില ഫാക്ടേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും ഇൻ ടോട്ടൽ ഇലക്ഷൻ കമ്മീഷൻ, സുപ്രീം കോടതി ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നമുക്ക് ഉള്ള വിശ്വാസം നിലനിർത്തിയേ പറ്റുള്ളൂ. അല്ല, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം കുറയുമ്പോഴാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. അതെ, പക്ഷേ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള നമുക്ക് വിശ്വാസം നമ്മൾ നിലനിർത്തേണ്ട ആവശ്യമാണ് പറഞ്ഞത്. അതായത് 1-2 എലിമെന്റ്സ് മോശമാണെങ്കിൽ പോലും അത് ഒന്നോടെ അത് മോശമാവുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ ഒരിക്കലും അത് പോകാൻ പാടില്ല. കാര്യം ഇടയ്ക്ക് ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ നിയമനം സംബന്ധിച്ച് ഈ ഗവൺമെന്റ് തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സിവിൽ സർവീസ് IAS വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതികളിലുള്ള വ്യത്യാസം, ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ അതിനകത്ത് വരുന്നത്. എന്നിരുന്നാലും ഇലക്ഷൻ കമ്മീഷൻ ആദ്യം തൊട്ട് തന്നെ ഈ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് നമ്മൾ ആധാറുമായിട്ട് അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു വരും. ആധാർ നടപ്പിലാക്കി ഇത്രയും വർഷമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്മളെ വോട്ട് ചേർക്കാനുള്ള ഫോമാണ് ഫോം 6 എന്ന് പറയുന്നത്. ഈ ഫോം 6-ൽ ആധാർ നമ്പർ ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇന്നും ഇട്ടിട്ടില്ല. ഇത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം സുപ്രീം കോടതി ഈയിടയ്ക്കുള്ള വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആധാർ ഒരു പൗരത്വ അവകാശ രേഖയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. എന്നാൽ അതൊരു ഐഡൻറ്റിഫിക്കേഷൻ രേഖയായിട്ട്, ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്കിത് കണക്കാക്കണം എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ബീഹാർ ഇലക്ഷന് ആധാർ കാർഡ് കൂടെ കൺസിഡർ ചെയ്യണമെന്ന് ഇലക്ഷൻ കമ്മീഷനൊരു നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ രീതി വോട്ടർ ID കാർഡാണ് അൾട്ടിമേറ്റ് ഡോക്യുമെൻ്റ് എന്നാണ് അവർ പറയുന്നത്.
പക്ഷേ സുപ്രീം കോടതി പറയുന്നത് ഇതൊരു ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഉള്ളത് ആധാർ മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ നമ്മൾ തെളിയിക്കുന്ന ക്രൈമുകളിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രൈമുകളെല്ലാം തെളിയിക്കുന്നത് ആധാറിന്റെ രേഖകളും അതിനകത്തുള്ള വിരലടയാളങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അത് കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം തന്നെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വന്ന ഈ ആധാർ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ട് പോലും ഒരു 10% ആൾക്കാർ പോലും ഇന്ത്യയിൽ ആധാറും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ആധാറുമായിട്ട് വോട്ടർ പട്ടിക ലിങ്ക് ചെയ്യുന്നതിന് അവർ ഒരു പാർട്ടിക്കാരും പരസ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്തിരുന്നെങ്കിൽ അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ, ഈ പാർലമെന്റ് അല്ല, അതിൻ്റെ മുൻപത്തുള്ള പാർലമെന്റ് ഇലക്ഷന് ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായപ്പോഴത്തേക്ക് അദ്ദേഹം സ്വന്തമായിട്ട് സ്റ്റാഫിനെ ഇരുത്തി ഈ വോട്ടർ പട്ടിക കംപ്ലീറ്റ് വിശകലനം ചെയ്യുകയാണ് ചെയ്തത്. വിശകലനം ചെയ്തപ്പോഴത്തേക്ക് അവർ ഏകദേശം 1,77,000 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് കണ്ടുകിട്ടി. അപ്പോൾ കാലാകാലങ്ങളായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM അധികാരത്തിലിരിക്കുന്ന ഒരു പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആറ്റിങ്ങൽ. ആ മണ്ഡലത്തിൽ 1,00,000 വോട്ടുണ്ടെങ്കിൽ, കള്ള വോട്ടുണ്ടെങ്കിൽ, നമ്മൾ 1,77,000 1,00,000 ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ മാത്രം 20 ലക്ഷത്തോളം ശരിയല്ലാത്ത വോട്ടുകൾ, ഞാൻ കള്ള വോട്ടെന്നുള്ള ശരിയല്ലാത്ത വോട്ടുകളുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഈ അടൂർ പ്രകാശിന്റെ പാർട്ടിയെ കോൺഗ്രസ് തന്നെ എന്തെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? ഇല്ല. CPM എടുത്തിട്ടുണ്ടോ? ഇല്ല. BJP എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇവർ 3 പേരും ഈ ഒരു കാര്യത്തിൽ, കാരണം നമുക്കറിയാം 20 ലക്ഷത്തോളം വോട്ട് കേരളത്തിൽ കള്ള വോട്ടുണ്ടെന്ന്. ഇത് കണ്ടുപിടിക്കാൻ ഈ 3 മുന്നണികളിലെയും ഒരു പാർട്ടിയും നമ്മൾ വിമർശിക്കുമ്പോഴത്തേക്ക് ഓപ്പണായിട്ട് വിമർശിക്കാൻ ആരും തയ്യാറെടുക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും എല്ലാ പാർട്ടികൾക്കും ഇത്തരം വോട്ടുകൾ ആവശ്യമാണ്. എല്ലാ പാർട്ടികൾക്കും ആവശ്യമാണ്. അപ്പം നമ്മൾ വോട്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു മുദ്രാവാക്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. വോട്ട് ചോരി നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എന്നാലും നമ്മുടെ വോട്ട് ചോരാതിരിക്കണമെങ്കിൽ, ഹിന്ദിയിലെ ചോരി മാറ്റിയിട്ട് മലയാളത്തിൽ നമ്മളെ വോട്ട് ചോരാതിരിക്കാൻ, എനിക്ക് തന്നെ പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളെ വോട്ട് പലരും ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. 3 തൊട്ട് 5 മണി വരെ ആൾക്കാർ കുത്തിയിരുന്നൊരു വോട്ടിങ്ങാണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ, പോളിംഗ് ഓഫീസർമാരെ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ, ഇലക്ട്രൽ മെഷീനറിയെ നിങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഓരോരുത്തരുടെയും ആധാർ നമ്പർ നമ്മുടെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അവർക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേര് nvsp.in എന്നാണ്. പുതിയ വോട്ടർ സപ്പോർട്ട് പോർട്ടലാണത്. നമുക്ക് അതിനകത്ത് നമ്മുടെ പേര് ചേർക്കാം, നമ്മളെ ചേഞ്ചസ് നമുക്ക് ആധാർ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും അതെല്ലാം ആധാറുമായിട്ട് ലിങ്ക്ഡാണ്. അവർക്കെല്ലാം പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡാണ്. അപ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇലക്ട്രൽ പട്ടിക മാത്രം ലിങ്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? അതിനെ പറ്റിയിട്ട് ആരും നിഷ്കർഷിക്കാത്ത കാര്യം എന്താ? നമ്മളൊരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മളെ പൈസയും കൊണ്ട് 1000 രൂപയും കൊണ്ട് നമ്മളൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ നിങ്ങൾ ആധാർ കൊണ്ടുവരാൻ ഇവിടെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറയും. അതേ ഒരു അവസ്ഥ ഇലക്ഷനിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എത്ര വോട്ടർമാരുണ്ടെന്നും അവരുടെ വോട്ട് എവിടെയാണ് ചെയ്തതെന്നും ഈവൻ ഒരു തർക്കം വരികയാണെങ്കിൽ നമ്മൾ വിരലിടാൻ വരെ നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ആധാറിനകത്തുണ്ട്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ പോർട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. ഫോം 6B എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡ് നിങ്ങളുടെ വോട്ടർ പട്ടികയായിട്ട് ലിങ്ക്ഡ് ആവും. പിന്നെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് പോകാതെ അവരുടെ ആപ്പ് തന്നെയുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യം നമ്മൾ ഡിജിറ്റലി ഇത്രയും മുന്നേറിയിട്ടുണ്ട്. നമ്മൾ ആപ്പുണ്ട്. 1950 എന്ന നമ്മുടെ ടോൾ ഫ്രീ ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഉള്ള സൗകര്യമുണ്ട്. വർക്കിംഗ് അവേഴ്സിൽ 9 to 5, 10 to 5. പിന്നെ SMS അയക്കുകയാണെങ്കിൽ നിങ്ങൾ 166 എന്നുള്ള ഒരു നമ്പറിലോട്ടോ അല്ലെങ്കിൽ 51969 എന്ന നമ്പറിലോട്ടോ നിങ്ങളൊരു SMS അയക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഇലക്ഷൻ ID കാർഡ് നമ്പരും നിങ്ങൾ ആധാർ കാർഡും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ മൊബൈലുമായിട്ട് വെരിഫൈ ചെയ്യും. OTP വരും. അത് നമുക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റുമായിട്ട് നമ്മളെ ഇഷ്ടത്തിനുള്ളൊരു ഗവൺമെൻറ് വരണമെങ്കിൽ നമ്മളെ ഐഡൻറ്റിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വോട്ടർ പട്ടികയിൽ നമ്മളെ ആധാർ കാർഡ് കൂടെ ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമല്ല, നമ്മൾ ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. കാര്യം നമ്മളെ വോട്ട് വേറൊരാൾ
മോഷ്ടിച്ചു കൊണ്ട് പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും നല്ലതായിരിക്കും. നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ഇത് ലിങ്ക് ചെയ്യുക, എന്നിട്ട് അതൊരു ചലഞ്ചായിട്ട് എടുക്കുക. നമ്മുടെ എല്ലാവരുടെ അടുത്ത ഇപ്പം ഗവൺമെൻറ് ഇതിനറിയാമല്ലോ, പുതിയ SIR കേരളത്തിലും കൂടെ നിർബന്ധമാക്കുകയാണ്. അടുത്ത ഇലക്ഷൻ നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും SIR നിർബന്ധമാക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വോട്ടർ പട്ടിക പുതുക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും അവരുടെ ആധാർ കാർഡ് നമ്പരും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് വേറൊരാൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.